ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ലൈഫ് വിത്ത് ലിറ്റ്സ്. ഇന്ന് ഞാൻ ലിവർപൂൾ ലൈറ്റ് ഷോയ്ക്ക് പോവാണ്. ലൈറ്റ് ഷോ ഈസ് ഐ തിങ്ക് വൺസ് ഇൻ എ ഇയർ വരുന്നതാണ്, ഇഫ് ഐ എം നോട്ട് റോങ്. സോ ഏകദേശം നവംബർ പീരീഡിൽ ആവുമ്പോഴാണ് വരുന്നത്. അത് ലിവർപൂൾ സിറ്റി സെൻറ്ററിലാണത്. ആൽബർട്ട് ഡോക്ക് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. UK യിലുള്ളവർക്ക് അറിയായിരിക്കും, അത് ലിവർപൂളിലെ കുറച്ച് ഫേമസ് പ്ലേസാണ് ആൽബർട്ട് ഡോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഈ ലൈറ്റ് ഷോ. കുറേ ലൈറ്റ്സൊക്കെ ഉണ്ട്. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇൻസ്റ്റഗ്രാമിലൊക്കെ എപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കാണാൻ പോകുന്നു. അത് ആക്ച്വലി ഒരു 5 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത്, 5 to 9. 5 o'clock ഇപ്പം വിൻ്ററൊക്കെ എടുക്കുന്നുണ്ട്. 5 o'clock ആകുമ്പം ഇരുട്ടാവും. ബട്ട് എനിവേ ഞാനിപ്പം അങ്ങോട്ട് പോകണം, ബസ് കയറി പോകണം. ഇവിടെ നിന്നൊരു 20 minutes എൻ്റെ വീട്ടിൽ നിന്ന്. ബട്ട് എനിവേ ലൈറ്റ് ഷോ ഒക്കെ കണ്ട്, പിന്നെ ഫയർ വർക്ക് കാണാനും പ്ലാനുണ്ട്. സോ ലെറ്റ്സ് സീ. ഞാൻ ചിലപ്പോഴേ ഫയർ വർക്ക്സ് കാണത്തുള്ളൂ, ബിക്കോസ് അത് കുറച്ച് ലേറ്റ് നൈറ്റാണ്. എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്. സോ ലെറ്റ്സ് സീ. എനിവേ ലൈറ്റ് ഷോ പോയി കാണും. അത് കഴിഞ്ഞ് ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഫയർ വർക്ക് കാണുന്നതായിരിക്കും. സോ അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം ലിവർപൂൾ സിറ്റി സെൻറ്ററിലെത്തി. ഇവിടെ കുറേ ലൈറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ലെറ്റ്സ് ഗോ. ഇവിടെ സമയം ഒരു 5:15 ആയതേ ഉള്ളൂ, പക്ഷേ ഇപ്പം തന്നെ നല്ല ഇരുട്ടായിട്ടുണ്ട്. ഇനി വിൻ്റർ തുടങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെയാണ്. ഇവിടെ ലൈറ്റ് കാണാനില്ല, ഈ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ലൈറ്റ് എടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു. പ്രതീക്ഷ അത്രയും ലൈറ്റ്സ് ഒന്നും കാണാത്തതുകൊണ്ട് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫയർ വർക്ക്സ് കാണുന്നത്. എനിക്ക് ഫയർ വർക്ക്സ് കാണാനും പല ലൈറ്റ്സ് കാണാനും ഒക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എന്തായാലും ആ ഫയർ വർക്ക്സ് ഒക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മുന്നോട്ടൊക്കെ നടന്നു. അങ്ങനെ മുന്നോട്ട് നടന്നപ്പോഴത്തേക്കുമാണ് നമ്മൾ വേറൊരു ലൈറ്റ് ഷോയുടെ ഒരു മനോഹരമായ കാഴ്ച കണ്ടത്. ഈ വെള്ളത്തിലുള്ള ഈ ലൈറ്റ്സ് കാണാൻ നല്ല അടിപൊളിയാണ്. അങ്ങനെ അത് കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം ലൈറ്റ്സൊക്കെ കണ്ട് അവിടെ നിന്ന് അതിൻ്റെ തൊട്ടടുത്ത് ഹൗസ് ഓഫ് സ്പെൽസ് എന്നൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും ഫേവററ്റായ ഹാരി പോട്ടറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. അവിടെ നമ്മുടെ ഹാരി പോട്ടറിൻ്റെ കുറേ ചോക്ലേറ്റ്സ്, അതുപോലെ തന്നെ ബുക്സ്, എല്ലാ പാർട്സും ഉണ്ട് ബുക്സ്. പിന്നെ നമ്മുടെ ഹാരി പോട്ടറിലെ ഓരോ ഗ്രൂപ്പിൻ്റെ ഹുഡീസ്, അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഷോപ്പൊക്കെ ഒരു കറക്കം അടിച്ചു ഞങ്ങൾ. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കി, ഒന്നും വാങ്ങിയൊന്നുമില്ല കേട്ടോ. ആക്ച്വലി മെയിനായിട്ട് ഞാൻ ഇത് കാണാനാണ് വന്നത്. ഇത് കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ ഇത് കണ്ടിട്ടാണ് ആക്ച്വലി വന്നത്. ഞാൻ വിചാരിച്ച അത്രയൊന്നും ലൈറ്റ് ഷോ ഒന്നും ഇല്ല. ജസ്റ്റ് അവിടെ ഇവിടെയും കുറച്ച് ലൈറ്റ് ഷോ. എന്നാലും വി ഹാവ് കൈൻഡ് ഓഫ് മാനേജ് ടു ലൈക്ക് അതൊക്കെ കാണാൻ വേണ്ടി. ഇപ്പം അടുത്തത് ഇതെന്താ സംഭവം എന്നറിയില്ല, നമുക്ക് നോക്കാം. ഞങ്ങളവിടെ
എത്തിയപ്പോഴത്തേക്കും ഒരു വലിയ ക്യൂ ആയതുകൊണ്ട് ഞങ്ങൾ അതിൽ കയറിയില്ല. എന്തായാലും കുറച്ച് നേരം നോക്കി നിൽക്കാൻ നല്ല രസമായിരുന്നു. ഈ പിയാനോ പോലെയുള്ളതിൽ നമ്മൾ സ്റ്റെപ്പിങ് ചെയ്യുമ്പം ഡിഫറെൻറ്റ് കളേഴ്സാണ് വരുന്നത്. അതുപോലെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അവിടെ ഉണ്ട്. എന്തായാലും കുറച്ച് നേരം അവിടെ നിന്ന് ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങൾ തുടക്കത്തിൽ ലൈറ്റ്സ് എല്ലാം എടുത്തു മാറ്റിയെന്ന് ഡിസപ്പോയിൻ്റ് ആയെങ്കിലും കുറച്ച് മുന്നോട്ട് പോയി അവിടെയുള്ളൊരു സെക്യൂരിറ്റീനോട് ചോദിച്ചപ്പോഴാണ് ആൾ നമുക്ക് ഈ കുട്ടി ലൈറ്റ് ഷോസ് ഈ വേറെ വേറെ സ്ഥലങ്ങളിലാണ് നമ്മളെ കാണിച്ച് നമ്മളെ ഗൈഡ് ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ ഇതെല്ലാം കണ്ടത്. ലൈറ്റ് ഷോ എല്ലാം കണ്ട് ഏറ്റവും ലാസ്റ്റ് ഫുഡും കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബർഗർ കിങ്ങിൽ പോയിട്ട് ഒരു നല്ല ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫയർ വർക്ക്സ് ഞാൻ വീട്ടിൽ വന്ന് കണ്ടു കേട്ടോ. കാരണം ഫയർ വർക്ക്സ് പിന്നെ കാണാൻ പോകാനുള്ള സമയം കിട്ടിയില്ല, കാരണം പിറ്റേ ദിവസം ഡ്യൂട്ടി കാരണം. എനിവേ എൻ്റെ വീട്ടിൽ തന്നെ വിൻഡോയിലിരുന്ന് ഇത് കണ്ടപ്പം ഒരു അടിപൊളി ഫീലിംഗ് ആയിരുന്നു. എങ്ങോട്ടും പോയില്ല. അപ്പം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടേക്ക് കെയർ. ബൈ.